This call is now being recorded. Good morning, all of you. നമ്മൾ മാർക്കറ്റിംഗ് സബ്ജക്റ്റിലെ നെക്സ്റ്റ് ഏരിയയിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. മാർക്കറ്റിംഗ് ഫിലോസഫി. ഓക്കെ. പീറ്റർ എഫ് ഡ്രക്കർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മാനേജ്മെന്റ് തിങ്കറാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ദി പർപ്പസ് ഓഫ് ബിസിനസ് ഈസ് ടു ക്രിയേറ്റ് എ കസ്റ്റമർ. ബിസിനസ് ഹാസ് ഓൺലി ടു ഫങ്ഷൻസ്, മാർക്കറ്റിംഗ് ആൻഡ് ഇന്നോവേഷൻ. ഓൾ ദി റെസ്റ്റ് ആർ കോസ്റ്റ്സ്. അപ്പോൾ പീറ്റർ എഫ് ഡ്രക്കർ പറയുന്നത് ബിസിനസിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാം. ഓരോ ദിവസവും നമുക്ക് ഇങ്ങനെ പുതിയ പുതിയ കസ്റ്റമർ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ദെൻ ബിസിനസ്സിന് രണ്ട് തരത്തിലുള്ള ഫങ്ഷനാണുള്ളത്. അതൊന്ന് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസവും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പം മാർക്കറ്റിംഗ് ആണ്. രണ്ടാമത്തത് ഇന്നോവേഷനാണ്, പുതുമ, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ കസ്റ്റമേഴ്സ് വരും. ഈ മാർക്കറ്റിംഗ് ഇന്നോവേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഓൾ ദി റെസ്റ്റ് ആർ കോസ്റ്റ്. ബാക്കിയൊക്കെ നമുക്ക് വരുന്ന കോസ്റ്റാണ്. ഓക്കെ, ഏതാണെങ്കിലും നമുക്ക് നോക്കാം. മാർക്കറ്റിംഗ് ഫിലോസഫിയിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ആദ്യം എന്താണ് മാർക്കറ്റിംഗ്? നമുക്ക് എല്ലാവരും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാർക്കറ്റിംഗ് ഈസ് ദി ആക്ടിവിറ്റി, set of institutions and process for creating, communicating, delivering and exchanging offerings that have value for customers, clients, partners and society at large. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആക്ടിവിറ്റി, സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രോസസ്. ഈ മൂന്ന് കാര്യങ്ങളാണ്. കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുപോലെ പ്രോസസ്. ഈ മൂന്ന് കാര്യങ്ങളും കൂടെ കൂടിച്ചേർന്നതാണ് മാർക്കറ്റിംഗ്. എന്തിനാണ് ഈ മൂന്ന് കാര്യങ്ങൾ? ഫോർ ക്രിയേറ്റ് ചെയ്യാൻ, പുതിയതുണ്ടാക്കാൻ. കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയങ്ങൾ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഡെലിവറി ആൻഡ് എക്സ്ചേഞ്ചിങ് ഓഫറിങ്സ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഡെലിവർ ചെയ്യണം, എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പൊ ഈ കാര്യങ്ങളുടെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഹാവ് വാല്യൂ ഫോർ കസ്റ്റമേഴ്സ്. എന്തെങ്കിലും ഒന്നും ആയാൽ പോരാ, ദാറ്റ് ഷുഡ് ഹാവ് വാല്യൂ ഫോർ ദി കസ്റ്റമേഴ്സ് ഓർ ക്ലയൻസ് ഓർ പാർട്ട്നേഴ്സ് ആൻഡ് സൊസൈറ്റി അറ്റ് ലാർജ്. ഈ ആളുകൾക്കൊക്കെ വാല്യൂ ഉള്ള എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഡെലിവർ ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം, എക്സ്ചേഞ്ച് ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ്, സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രോസസ്. അതിനെ തത്വത്തിൽ അല്ലെങ്കിൽ മൊത്തമായിട്ട് നമ്മൾ പറയുന്ന ടേമാണ് യഥാർത്ഥത്തിൽ ഫിലോസഫി എന്ന്. സോ മാർക്കറ്റിംഗ് ഈസ് ദി ആക്ടിവിറ്റി, സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രോസസ് ഫോർ creating, communicating, delivering and exchanging of offerings that have value for customers, clients, partners and the society at large. This is the definition of marketing. Then marketing management. Marketing ഉണ്ട്, marketing management. അപ്പൊ നേരത്തെ പറഞ്ഞ മാർക്കറ്റിങ്ങിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിന് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയും. സോ മാർക്കറ്റ് മാനേജ്മെന്റ് നമ്മൾ മുമ്പ് പഠിച്ച മാനേജ്മെന്റ് ഈസ് ദ ആർട്ട്, അല്ലെ? എല്ലാവർക്കും ഒരുപോലെ ആവില്ല ആർട്ട് എന്നുള്ളത്. ഓരോരുത്തർക്കും വ്യത്യാസമാണ്. ചിലർക്ക് ചില മേഖലകളിൽ നല്ല കഴിവുണ്ടാവും, മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ. സോ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഈസ് ഓൾസോ ഇറ്റ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ചൂസിങ് ടാർഗറ്റ് മാർക്കറ്റ്സ് ആൻഡ് ബിൽഡിംഗ് പ്രോഫിറ്റബിൾ റിലേഷൻഷിപ്പ് വിത്ത് ദം. ഓക്കെ, അപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ചൂസ്, സെലക്ട് ദി ടാർഗറ്റ് മാർക്കറ്റ്. നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ്. മിക്കപ്പോഴും നമുക്കൊക്കെ ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യില്ല, കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യില്ല. നമ്മൾ ടാർഗറ്റ് ചെയ്യും ഏത് വിഭാഗം ആൾ, എല്ലാവരും നമ്മുടെ കസ്റ്റമർ. അങ്ങനെ ആവാൻ പാടില്ല.
നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എളുപ്പമായി കാര്യം. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ചൂസിങ് ദി ടാർഗറ്റ് മാർക്കറ്റ്സ്. അങ്ങനെ നമ്മൾ ചൂസ് ചെയ്തു നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ഇന്ന വിഭാഗമാണ്. അപ്പോൾ നമ്മൾ സപ്പോസ് കോളേജ് സ്റ്റുഡൻസിന് ആവശ്യമായ ബാഗ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. മാനുഫാക്ചറിങ്ങും അതിന്റെ മാർക്കറ്റിങ്ങും നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചൂസ് ചെയ്തു കോളേജ് സ്റ്റുഡൻസ്. ദെൻ ആൻഡ് ബിൽഡിംഗ് പ്രോഫിറ്റബിൾ റിലേഷൻഷിപ്പ് വിത്ത് ദം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവണം, അവർക്കും അത് വാല്യബിൾ ആവണം, അപ്പോഴേ അവർക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടൂ. ഓക്കെ, സോ പ്രോഫിറ്റബിൾ റിലേഷൻഷിപ്പ് ഫോർ ബോത്ത് പാർട്ടീസ്. ഒരാൾ മാത്രം ലാഭം എടുക്കണേന് നമ്മൾ എന്താ പറയുക, മാർക്കറ്റിംഗ് എന്ന് പറയില്ല, അതിനെ സെല്ലിംഗ് ആണ്. രണ്ടു കൂട്ടർക്കും കൃത്യമായിട്ട് അത് വാല്യബിൾ ആവണം, അപ്പോഴാണ് അത് മാർക്കറ്റിംഗ് ആണ്. So marketing management is the art and science of choosing target market and building profitable relationship with them. Then the marketer എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർ അല്ലെ, കസ്റ്റമർ അല്ല, ബിസിനസ് ചെയ്യുന്നവരാണ് മാർക്കറ്റർ. മാർക്കറ്റർ മസ്റ്റ് ഡിഫൈൻ. മാർക്കറ്റർ നിർബന്ധമായിട്ടും ഡിഫൈൻ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് വാട്ട് കസ്റ്റമേഴ്സ് വിൽ വി സെർവ്. എന്താണ് നമ്മൾ കസ്റ്റമർക്ക് സെർവ് ചെയ്യേണ്ടത്, മീൻസ് ഐഡന്റിഫൈങ് ദ നീഡ്സ്, റിയൽ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്. ദെൻ സെക്കൻഡ് വൺ, ഹൗ ക്യാൻ വി ബെസ്റ്റ് സെർവ് ദീസ് കസ്റ്റമേഴ്സ്. നമ്മൾ ചൂസ് ചെയ്ത സെലക്റ്റഡ് ടാർഗറ്റ് മാർക്കറ്റിനെ ഏറ്റവും നന്നായിട്ട് സെർവ് ചെയ്യുന്നത് എങ്ങനെ, ഇത് രണ്ടും നമുക്കറിയാം. അപ്പൊ നമ്മുടെ കസ്റ്റമറെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവർക്ക് നമ്മൾ സെർവ് ചെയ്യേണ്ടത്, അത് ഏറ്റവും നല്ല രൂപത്തിൽ എങ്ങനെ ചെയ്യാൻ കഴിയും, ഇത് രണ്ടും നമുക്കറിയാം. വാട്ട് ക്യാൻ ബി മാർക്കറ്റഡ്. നമ്മൾ ഒരു ടാർഗറ്റ് മാർക്കറ്റിനെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ട കാര്യം വാട്ട് ക്യാൻ ബി മാർക്കറ്റഡ്. എന്താണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്? ഗുഡ്സ് അല്ലെ, സാധനങ്ങളാവാം. ഇപ്പൊ നമുക്ക് പേന, നേരത്തെ പറഞ്ഞ പോലെ ബാഗ്. അതുപോലെ സർവീസ്, സേവനങ്ങൾ. ഇപ്പൊ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ഒക്കെ സേവനങ്ങളാണ്. അതുപോലെ പ്ലേസസ് അല്ലെ, ടൂറിസം മേഖലയിലുള്ളതാണ് പ്ലേസ്. അതുപോലെ ഐഡിയാസ്, ഇവന്റ്സ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇവന്റ് മാനേജ്മെന്റ്. അതുപോലെ മറ്റൊന്ന് പേഴ്സൺ, വ്യക്തികൾ. അതുപോലെ ഓർഗനൈസേഷൻ, ഇൻഫർമേഷൻസ്, എക്സ്പീരിയൻസ്, സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്സെട്ര. വാട്ട് ഈസ് ബീങ് മാർക്കറ്റഡ് ഇൻ ദിസ് അഡ്വർടൈസ്മെന്റ്? ഓക്കെ, ഇവിടെ ഒരു അഡ്വർടൈസ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് നോക്കുക. അവിടെ ഒരു ആനിമൽ അല്ലെ, ഒരു ഡോഗിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഡോഗിന്റെ ആ പിക്ചറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്ക് അതിന്റെ ഒരു ഫീലിംഗ്, അതിന്റെ ഒരു പ്രസന്റേഷനിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ പാവത്താനായി ഇരിക്കുന്ന ഒരു ഡോഗ്. അപ്പൊ അവിടെ എന്താണ്, പ്രൊമോട്ടിങ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഓൾ അനിമൽസ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, പ്രൊമോട്ടിങ് ദി പ്രൊട്ടക്ഷൻ ഓഫ് ഓൾ അനിമൽസ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ഐഡിയയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. വാട്ട് കസ്റ്റമേഴ്സ് വിൽ വി സെർവ്. കസ്റ്റമർക്ക് എന്താണ് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ, നേരത്തെ ഈ കണ്ട പിക്ചറിൽ നമ്മൾ ഒരു ഐഡിയയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ദെൻ ഹൗ ക്യാൻ വി ബെസ്റ്റ് സെർവ് ദീസ് കസ്റ്റമേഴ്സ്. ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് അതിനെ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും, അതിലൊരു മാർഗമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പ്രൊമോട്ടിംഗ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഓൾ അനിമൽ. അപ്പൊ ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന ഒരു ഫീലിംഗ് ഇതിൽ നിന്ന് ഉണ്ടാവണം. ഓക്കെ, ഇനി നെക്സ്റ്റ്, മാർക്കറ്റിംഗ്, ക്രിയേറ്റിംഗ് യൂട്ടിലിറ്റി. നമ്മൾ നടത്തുന്ന മാർക്കറ്റിംഗിൽ യൂട്ടിലിറ്റി, മറ്റുള്ളവർക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടണം. ആ ഗുണങ്ങൾ
നേടിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള മാർക്കറ്റിംഗ് ആണ് നമ്മൾ നടത്തേണ്ടത്. ഒരു കസ്റ്റമർക്ക് നമ്മൾ നടത്തുന്ന മാർക്കറ്റിംഗ് കാരണം കസ്റ്റമർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പൊ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ their needs and wants. Okay. The ability, utility is the ability of goods. അതിന്റെ സെൻട്രൽ പോയിന്റിൽ കാണിച്ചിട്ടുണ്ട്. എബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്താണോ അതിന് എന്തിനുള്ള കഴിവുണ്ടാവണം? ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ്. ഇപ്പൊ നമ്മളൊരു പേന നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു കസ്റ്റമർ ആ പേന വാങ്ങുന്നു. അയാൾ വാങ്ങുന്നത് എന്തിനാണ്? എഴുതാനാണ്. സ്മൂത്ത് ആയിട്ട് എഴുതാൻ കഴിയണം. അപ്പൊ ആ തരത്തിൽ അപ്പൊ അയാൾക്ക് എന്താണ്, ഒരു പേപ്പറിൽ എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻസ് എഴുതാനാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്കെച്ച് പേന വേണ്ടി വരും. അപ്പൊ അയാളുടെ യഥാർത്ഥ നീഡ് അല്ലെങ്കിൽ വാണ്ട്സ് എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കഴിവ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിനുണ്ടാവും. കസ്റ്റമർ നീഡ് മോർ ദാൻ യൂട്ടിലിറ്റി, ദേ നീഡ് വാല്യൂ ആഡ്. യൂട്ടിലിറ്റിയേക്കാളും കൂടുതൽ അവർ ഉദ്ദേശിക്കുന്നത് ശരിക്കും കൂടുതൽ വാല്യുബിൾ ആവണം എന്നുള്ളതാണ്. ഏതാണെങ്കിലും ആ യൂട്ടിലിറ്റിയാണ് ഇവിടെ പറയുന്നത്, എബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള യൂട്ടിലിറ്റിയാണ്? ടൈം യൂട്ടിലിറ്റി ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു ഷോപ്പ്, റീറ്റെയിൽ ഷോപ്പ് നമ്മൾ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യേണ്ട, മാനുഫാക്ചററുടെ അടുത്ത് പോവേണ്ട ആവശ്യമില്ല. അപ്പൊ വളരെ കൃത്യമായ സമയം, ടൈം യൂട്ടിലിറ്റി, സമയം അവർക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ ഓണർഷിപ്പ് യൂട്ടിലിറ്റി, നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു, ആ പ്രോഡക്റ്റിനെ നമ്മൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു, അവരുടെ പേരിലേക്ക് അത് കൊടുക്കുന്നു, ആ ഓണർഷിപ്പിലേക്ക് കൊടുക്കുന്നു. മറ്റൊന്ന് പ്ലേസ് യൂട്ടിലിറ്റി അല്ലെ, സ്ഥലം, നമുക്ക് ദൂരം, ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കും അതിനു വേണ്ടി. അതുപോലെ ഫോം യൂട്ടിലിറ്റി, അതിനെ ഉപയോഗപ്രദമായ രൂപത്തിലേക്ക് അതിനെ മാറ്റും. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇപ്പൊ നമ്മൾ ഒരു ഫാൻ നമ്മൾ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഫാൻ ഉപയോഗിക്കും. ആ ഫാൻ നമ്മൾ വാങ്ങി, ആ വാങ്ങുന്ന സമയത്ത് ഒരു പക്ഷെ അത് ഒരുപാട് പാർട്സുകളായിരിക്കും. അതിനെ നമ്മൾ അസംബിൾ ചെയ്യും, അസംബിൾ ചെയ്തിട്ട്, അതുപോലെ കമ്പ്യൂട്ടർ ആണെങ്കിലും ഒക്കെ ഒരുപാട് പാർട്സുകളാണ് ഉണ്ടാവും, പല പല പാർട്സുകളായിട്ടുണ്ടാവും. അതിനെയൊക്കെ നമ്മൾ അസംബിൾ ചെയ്ത് ഒരു ഉപയോഗപ്രദമായ രൂപത്തിലേക്ക് അതിനെ മാറ്റും. അതാണ് ഫോം യൂട്ടിലിറ്റി. ഇതൊക്കെ ഉണ്ടാവുമ്പോഴേ സ്വാഭാവികമായിട്ടും അവിടെ നീഡ് അല്ലെങ്കിൽ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇനി മറ്റൊന്നാണ് മാർക്കറ്റിംഗ് ട്രെൻഡ് ഫ്രം പ്രൊഡക്ഷൻ ടു വാല്യൂ ബേസ്ഡ്. പഴയ കാലഘട്ടത്തിൽ കുറെ മാനുഫാക്ചറിങ് നടത്തുക എന്നുള്ളത് അല്ലേ, പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, നല്ല രൂപത്തിൽ നമ്മളിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക, മാക്സിമം പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ എങ്ങനെയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്താൽ പോരാ, ദാറ്റ് ഷുഡ് ഹാവ് ദ കേപ്പബിലിറ്റി ടു ക്രിയേറ്റ് വാല്യൂ ആഡഡ് ടു ദി കസ്റ്റമേഴ്സ്. അങ്ങനെ ഒരു വാല്യൂ ബേസ്ഡ് ജനറേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ ഈ പിക്ചറിൽ കൊടുത്തത് നോക്കാം, പഴയ കാലഘട്ടത്തിലുള്ള ഫോണ് അത് മാറി മാറി വന്നതാണ് അല്ലെ. ഒരു 5 പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 5 പിക്ചറിന് നോക്കുക. ഫസ്റ്റ് ഒരു ഫോണ് നമ്മുടെ വീട്ടിൽ വേണം എന്ന്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര സ്പേസ് വേണ്ടിയിരുന്നു, അതിന് എന്തൊക്കെ സൗകര്യങ്ങൾ വേണമായിരുന്നു. എന്നാൽ ഇപ്പോ ഏറ്റവും ലാസ്റ്റ് പിക്ചറിൽ ഇപ്പൊ അതിലും ചെറുതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ മൊബൈൽ ഫോൺ ആകുമ്പോൾ വളരെ ചെറുത്, അതിൽ നമുക്ക് കോൾ ചെയ്യാനും നെറ്റ് ഉപയോഗിക്കാനും ഒക്കെ നമുക്കിപ്പോൾ കഴിയുന്നുണ്ട്. ടേൺ ഓഫ് ദി സെഞ്ചുറി, ഇപ്പൊ 1920s ഉണ്ടായിരുന്ന പിക്ചറുകൾ അവിടെ കൊടുത്തു. അന്ന് പ്രൊഡക്ഷൻ ആയിരുന്നു. പിന്നെ അത് 1950s ആയപ്പോൾ അത് സെയിൽസിന്റെ ഒരു കാലഘട്ടം ആയിരുന്നു. പിന്നീട് 1990 വരെ മാർക്കറ്റിംഗ് ആയിരുന്നു. ഇപ്പൊ നിലനിൽക്കുന്നത് വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ്. അപ്പൊ പ്രൊഡക്ഷൻ ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ അവിടെ മാക്സിമം പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളതായിരുന്നു. ആളുകൾ ഇവിടെ വന്ന് വാങ്ങിക്കോളും, ആവശ്യക്കാർ ഇവിടെ വന്നിട്ട് വാങ്ങും. അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. പിന്നീട് അത് സെയിൽസ് ഓറിയന്റഡ് ആയിട്ട് മാറി. എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ നടത്തിയാൽ പോരാ, അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം.
ആളുകൾ എവിടെയാണോ ഉള്ളത് അവരെ കണ്ട് അവർക്ക് നമ്മളിത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. പിന്നീട് അത് മാർക്കറ്റ് ഓറിയന്റഡ്, ആളുകൾക്ക് എന്താണ് ആവശ്യം എന്ന് നോക്കിയിട്ട് അത് മാനുഫാക്ചറിങ് നടത്താൻ തുടങ്ങി. എന്നാൽ ഇപ്പോ ആളുകൾക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് മാത്രമല്ല, കൂടുതലായിട്ട് ആളുകൾ ഡിലൈറ്റഡ് ആകും. അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടണം എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് ഇറ എന്ന ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പോൾ. ദെൻ എന്താണ് വാട്ട് ഈസ് വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ്? അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഈ വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, എ സെറ്റ് ഓഫ് പ്രോസസ് ഫോർ ക്രിയേറ്റ്, നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ അതേ കാര്യം തന്നെ. ഓക്കെ, എ സെറ്റ് ഓഫ് പ്രോസസ് for creating, communicating, delivering value to the customers, build strong customer relationship, and for managing this relationship in a way that benefits the customers, the organization, and its stakeholders. എല്ലാ ആളുകൾക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടണം. അപ്പൊ നമ്മൾ കസ്റ്റമർക്ക് എന്താണോ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് അവരെ അറിയിക്കുകയും അവർക്ക് ഡെലിവർ ചെയ്യുകയും അവരുമായിട്ട് നല്ല ബന്ധം നിലനിർത്തുകയും ആ ബന്ധം വീണ്ടും നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അതിന്റെ ഗുണം കസ്റ്റമർക്കും കിട്ടണം, ഓർഗനൈസേഷനും കിട്ടണം. ഇതിന്റെ ഇടയിൽ ആരൊക്കെയാണോ വരുന്നത് ആ ആളുകൾക്കൊക്കെ, അപ്പൊ സൊസൈറ്റി ഉണ്ടാവും, ഗവൺമെന്റ് ഉണ്ടാവും, ഇവർക്കൊക്കെ അതിന്റെ ഗുണം കിട്ടുന്ന രൂപത്തിലുള്ള മാർക്കറ്റിങ്ങിനെയാണ് വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ടോപ്പിക്കിന്റെ യഥാർത്ഥ കോർ ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്, ഫിലോസഫി ഓഫ് മാർക്കറ്റിംഗ്. ദി മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫീസ് ആർ ദോസ് ദാറ്റ് ഡയറക്റ്റ് the marketing operation of an organization. Okay, marketing management philosophies are those that direct, എന്തൊക്കെ കാര്യങ്ങളാണോ ഒരു ഓർഗനൈസേഷന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസുമായി ബന്ധം വരുന്നത് അതിന് എല്ലാം കൂടെ പറയുന്ന പേരാണ് മാർക്കറ്റിംഗ് ഫിലോസഫി എന്നുള്ളത്. Then it guides, ഈ മാർക്കറ്റിംഗ് ഫിലോസഫി guides the marketer to plan and implement their activity. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ആദ്യം നമ്മൾ അറിയണം. അതിനെയാണ് മാർക്കറ്റിംഗ് ഫിലോസഫി എന്ന് പറയാം. അപ്പൊ ആ മാർക്കറ്റിംഗ് ഫിലോസഫി നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു നല്ല പ്ലാൻ ഉണ്ടാവും, എങ്ങനെയാണ് ഓരോന്നും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിത്രം, ഒരു പിക്ചറും നമ്മുടെ അടുത്തുണ്ടാവും. ആ ഒരു പ്ലാന് നമ്മളെ ഒരു നല്ല മാർക്കറ്റിംഗ് ഇംപ്ലിമെന്റ് അല്ലെങ്കിൽ നല്ല മാർക്കറ്റിംഗ് മാനേജ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. Some major marketing management philosophies are കുറച്ച് എക്സാമ്പിൾ പറയാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫിയുടെ. പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, പ്രോഡക്റ്റ് കോൺസെപ്റ്റ്, സെല്ലിംഗ് കോൺസെപ്റ്റ്, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, ഇതൊക്കെ പലതരത്തിലുള്ള ഫിലോസഫികൾ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണോ നമ്മൾ മാർക്കറ്റിംഗ് നടത്താൻ ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത് അതിനെല്ലാം കൂടി പറയുന്നതാണ് ഫിലോസഫി ഓഫ് മാർക്കറ്റിംഗ്. അപ്പൊ ഈ പറയുന്ന ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മേജർ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫീസ് ആണ് ഇനി പറയുന്നത്. ഒന്നാമത്തത് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആൻഡ് വിച്ച് കോൺസെൻട്രേറ്റ്സ് ഓൺ ഹയർ പ്രൊഡക്ഷൻ എഫിഷ്യൻസി ആൻഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇത് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന്, ഏറ്റവും പഴയ കോൺസെപ്റ്റാണ്. ഇതിന്റെ മെയിൻ ലക്ഷ്യം, ഈ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ എഫിഷ്യൻസി കൂട്ടുക, എന്നിട്ട് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക, അതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുക എന്നുള്ളതാണ്. ഈ പ്രൊഡ്യൂസ് ചെയ്തൊക്കെ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്. Then this production concept believes that consumer will favor those products that are widely available and low in cost. മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറേ ആളുകൾ അടുത്തതുണ്ടാവും, അങ്ങനെ അതിൻ്റെ കോസ്റ്റ് കുറയും എന്നുള്ളതാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്. Then in this production concept all business efforts are directed and raising output levels, produce standardized product and sell at lower price. അതാണ് യഥാർത്ഥത്തിൽ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് കുറെ പ്രൊഡ്യൂസ് ചെയ്താൽ അതിന്റെ വില കുറയാന്ന് വെച്ചാൽ, ദാറ്റ് ഈസ്
means this concept is strike on per unit cost. ഇപ്പൊ നമ്മൾ ഒന്ന് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നോട്ടീസ് ഒക്കെ അച്ചടിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ നോട്ടീസ് അടിക്കുന്ന ആളടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 10 നോട്ടീസ് വേണമെന്ന് പറയാൻ അവർ പറയും മിനിമം ഇത്ര എന്ന് പറയും അല്ലെ, മിനിമം ഒരു 50 100 ഒക്കെ ഉണ്ടാവും. അത്രയാണെങ്കിൽ നിങ്ങൾ അതിന് ആകെ ഒരു 100 രൂപ, 100 എണ്ണമാണ് മിനിമം, അതിന് 100 രൂപ. അപ്പൊ നമ്മൾ 10 എണ്ണം പറയുകയാണെങ്കിലും 10 എണ്ണം ആണെങ്കിലും ആ 100 രൂപ വരും. അപ്പൊ 10 എണ്ണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എന്താ നമ്മൾ പറയാ ലാഭം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നിന് 10 രൂപയേക്കാളും കൂടുതലാക്കും. എന്നാൽ നമ്മൾ 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലോ ഒന്നിന് 1 രൂപയിൽ കൂടുതൽ വന്നാൽ മതി. മനസ്സിലായി? അപ്പൊ കോസ്റ്റ് അവിടെ കുറയും. അതാണ് റൈസിങ് ഔട്ട്പുട്ട് ലെവൽ ആൻഡ് പ്രൊഡ്യൂസ് ദി സ്റ്റാൻഡർഡൈസ്ഡ് ഗുഡ്സ് ഓൺലി ആൻഡ് സെൽ അറ്റ് ലോവർ പ്രൈസ്. ദിസ് ഇസ് ദ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്. So concentrate on higher production efficiency and at lower cost. Okay. And the second concept is product concept. Product concept. There is a slight modification. നേരത്തെ പറഞ്ഞത് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ആണ്, ഇവിടെ പ്രോഡക്റ്റ് കോൺസെപ്റ്റ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. Here in the product concept, the major emphasis of product concept is on product quality, performance and its features. പ്രൊഡക്ഷൻ കോൺസെപ്റ്റിൽ പറഞ്ഞിരുന്നത് മാക്സിമം പ്രൊഡക്ഷൻ എഫിഷ്യൻസി ഉണ്ടാക്കുക എന്നിട്ട് അതിന്റെ കോസ്റ്റ് കുറക്കുക എന്നുള്ളത്. എന്നാൽ പ്രോഡക്റ്റ് കോൺസെപ്റ്റിൽ പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കൊടുക്കുക, നല്ല പെർഫോമൻസ് ഉള്ള പ്രോഡക്റ്റ് ആവണം, അങ്ങനെ ഇന്നോവേറ്റീവ് ആയ പ്രോഡക്റ്റുകൾ ആവുക എന്നുള്ളതാണ് പ്രോഡക്റ്റ് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It believes that the consumers respond to good quality products that are reasonably priced. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യില്ല, നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ വില മാക്സിമം കുറയണം എന്ന് മാത്രം ആളുകൾ ശ്രദ്ധിക്കില്ല. അവർക്ക് റീസണബിൾ പ്രൈസ് ആയാലും കുഴപ്പമില്ല, പ്രോഡക്റ്റിന് ക്വാളിറ്റി വേണം. ആ തരത്തിലാണ് ആളുകൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്. സോ പ്രോഡക്റ്റ് കോൺസെപ്റ്റ് ഈസ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ദി ക്വാളിറ്റി, പെർഫോമൻസ് ആൻഡ് other features of the product. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രോഡക്റ്റ് കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലോവർ പ്രൈസ് അല്ല, റീസണബിൾ പ്രൈസ് ആവാം, പക്ഷെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറല്ല എന്നാണ്. ഇനി മറ്റൊന്നാണ് സെല്ലിംഗ് കോൺസെപ്റ്റ് എന്നുള്ളത്. സെല്ലിംഗ് കോൺസെപ്റ്റ്, പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് കഴിഞ്ഞു, പിന്നെ പ്രോഡക്റ്റ് കോൺസെപ്റ്റിലെത്തി, അത് കഴിഞ്ഞിട്ടുള്ളതാണ് സെല്ലിംഗ് കോൺസെപ്റ്റ്. സെല്ലിംഗ് കോൺസെപ്റ്റ് ഇവോൾവ്ഡ് ഔട്ട് ഓഫ് ഫെയിലിയർ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്. It is based on the idea that people will buy more goods and services if aggressive selling methods are used. It believes that people ordinarily will not buy the organization product unless they are persuaded to buy. Selling concept എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൊഡക്ഷൻ കോൺസെപ്റ്റും പ്രോഡക്റ്റ് കോൺസെപ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ആ രണ്ട് കോൺസെപ്റ്റ് ആ കാലഘട്ടത്തിൽ ഇത് വേണ്ടത്ര വിജയം കാണുന്നില്ല എന്ന് കണ്ട് പിന്നീട് വന്നതാണ് സെല്ലിംഗ് കോൺസെപ്റ്റ്. സെല്ലിംഗ് കോൺസെപ്റ്റ് പറയുന്നത് അഗ്രസീവ് സെല്ലിംഗ് മെത്തേഡ്. മാക്സിമം നമ്മൾ പുഷ് ചെയ്യുക, ആളുകളോട് വാങ്ങിപ്പിക്കുക, ആളുകളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവരെ വാങ്ങാൻ. അടുത്തത് മാർക്കറ്റിംഗ് കോൺസെപ്റ്റാണ്. മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ കോൺസെപ്റ്റും പ്രോഡക്റ്റ് കോൺസെപ്റ്റും സെല്ലിംഗ് കോൺസെപ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് അനുസരിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ദ മാർക്കറ്റർ വാണ്ട് ടു ഐഡന്റിഫൈ ദ റിയൽ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദി കസ്റ്റമേഴ്സ് ഓർ ദ റിയൽ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദി ടാർഗറ്റ് മാർക്കറ്റ് സെലക്ടഡ്. ആഫ്റ്റർ ദാറ്റ് ദ മാർക്കറ്റർ ട്രൈ ടു പ്രൊഡ്യൂസ് ദി പ്രോഡക്റ്റ് ആൻഡ് വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് സർവീസസ് other than the goods can be done. That should be done to the target market. അപ്പം നമ്മൾ ആദ്യം ആളുകളുടെ നമ്മുടെ ടാർഗറ്റ് ചെയ്ത കസ്റ്റമറുടെ യഥാർത്ഥ ആവശ്യം എന്താണോ അത് അറിയുകയും അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലേ അത് ആളുകളുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഉതകുന്നത് തരത്തിലുള്ള പ്രോഡക്റ്റ് ആവുള്ളൂ. ഓക്കെ, അത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ആവണം എന്നാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ പറയുന്നത്. It believes that the key to achieving organizational objective lies in being more effective than the competitors.
ടുവേർഡ്സ് ഡിറ്റർമിനിങ് സാറ്റിസ്ഫൈങ് നീഡ്. അപ്പൊ നമ്മൾ കുറെ കോമ്പറ്റീഷൻ എങ്ങനെ ഫേസ് ചെയ്യാന്നുള്ളതൊന്നും നമ്മൾ കുറെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ യഥാർത്ഥത്തിലുള്ള ടാർഗറ്റ് കസ്റ്റമേഴ്സിന്റെ യഥാർത്ഥ നീഡ് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രോഡക്റ്റ് ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അത് ഉപയോഗിക്കാൻ കസ്റ്റമർ തയ്യാറാവും, അവർക്ക് അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റും. ദാറ്റ് ഈസ് ദ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. അനദർ വൺ സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ദെൻ മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ നമ്മൾ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനെ കുറിച്ചായിരുന്നു, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന്റെ നീഡിനായിരുന്നു നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് എങ്കിൽ സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് അനുസരിച്ച് കസ്റ്റമേഴ്സിനെയും അതേസമയം സൊസൈറ്റിയെയും നമ്മൾ ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്നത് സോഷ്യൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഇവോൾവ് ഔട്ട് ഓഫ് മൂവ്മെന്റ്സ് ഓഫ് കൺസ്യൂമറിസം ആൻഡ് എൻവയോൺമെന്റലിസം. കൺസ്യൂമറിസം അതുപോലെ എൻവയോൺമെന്റലിസം എന്നൊക്കെയുള്ള കോൺസെപ്റ്റുകൾ വന്ന ശേഷമാണ് സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ദ ഓർഗനൈസേഷൻ ഷുഡ് ഡെലിവർ ദ സുപ്പീരിയർ പ്രോഡക്റ്റ് ടു ദി മാർക്കറ്റ് ദാറ്റ് മെയിൻറ്റെയിൻ കൺസ്യൂമേഴ്സ് ആൻഡ് ദി സൊസൈറ്റീസ് വെൽബീങ്. ഒരേ സമയം സൊസൈറ്റിയുടെയും കൺസ്യൂമേഴ്സിനെയും ഒരുപോലെ കാണുന്ന, അല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും ഹാംഫുൾ അല്ലാത്ത ആരോഗ്യകരമായ പ്രൊഡക്റ്റ് ആയിരിക്കണം, അത് സുപ്പീരിയർ പ്രൊഡക്റ്റ് ആയിരിക്കണം, ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കണം നമ്മൾ ഡെലിവർ ചെയ്യുന്നത്. സോ ആൻഡ് അനദർ പോയിന്റ് ടു ബി നോട്ട് ദാറ്റ് ഇറ്റ് ബാലൻസ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഫേം, കൺസ്യൂമേഴ്സ്, സൊസൈറ്റി. കൺസ്യൂമർക്ക് നല്ല പ്രോഡക്റ്റ് കിട്ടി, സൊസൈറ്റിക്ക് ഹാംഫുൾ അല്ല, അവർക്കും പോസിറ്റീവാണ്. ദെൻ നമ്മൾ മാർക്കറ്ററെ സംബന്ധിച്ചിടത്തോളം നഷ്ടം സഹിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോകാനും കഴിയില്ല. സോ റീസണബിൾ പ്രൈസ് ക്യാൻ ബി ഫിക്സ്ഡ് and it should be with superior quality to the customers and it should not be harmful to the society itself. അപ്പോൾ ഈ ആളുകൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാൻ, നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്. ഈ ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുക, എന്നിട്ട് പേപ്പർ ബാഗുകൾ ഉപയോഗിക്കുക എന്ന് പറയാൻ കാരണം എന്താണ്? അത് പ്ലാസ്റ്റിക് ഹാംഫുൾ ആണ് എൻവയോൺമെന്റിൽ. അപ്പൊ ആളുകൾക്ക് എന്താണ്, അവരുടെ കാര്യങ്ങൾ നടക്കാൻ ആവശ്യമായ കവർ അവർക്ക് പേപ്പർ ബാഗ് കൊണ്ട് കിട്ടുകയും ചെയ്യും. അതേസമയം ഇത് സൊസൈറ്റിക്കും ഹാംഫുൾ അല്ല, എന്നാൽ റീസണബിൾ പ്രൈസ് ആയി കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റിനെ ബാധിക്കുകയില്ല. ഓക്കെ, സോ ദിസ് ഇസ് ദ സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ഈ നിലവിലെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാസ്റ്റ് വന്നിട്ടുള്ള മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. According to Philip Kotler, the holistic marketing concept is based on the development, design, implementation of marketing programs, process, and activities that recognize their breadth and interdependencies. This concept is an integration of marketing concept and societal marketing concept. അപ്പൊ നമ്മൾ യഥാർത്ഥ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എവിടെയാണോ അവിടെയാണ് യഥാർത്ഥ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഉള്ളത്. അപ്പൊ മാർക്കറ്റിംഗ് കോൺസെപ്റ്റും സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്നുള്ളത്. അപ്പൊ കസ്റ്റമറുടെ നീഡ് ഐഡന്റിഫൈ ചെയ്യണം, കസ്റ്റമർക്ക് വേണ്ട എല്ലാ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, അതേസമയം സൊസൈറ്റിക്ക് ഹാംഫുൾ ആവാനും പാടില്ല. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് നിലനിർത്തുകയും ഓർഗനൈസേഷന്റെ നിലനിൽപ്പും എല്ലാം നമ്മൾ പരിഗണിച്ചുകൊണ്ട് പ്രോഡക്റ്റ് ആളുകളിൽ എത്തിക്കുന്നതിനെയാണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. സോ ഇൻ സിമ്പിൾ ടേംസ് ഇറ്റ് ഈസ് ദ ഇന്റഗ്രേഷൻ ഓഫ് ദി മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആൻഡ് ദി സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ഇതൊക്കെയാണ് ഫിലോസഫി ഓഫ് മാർക്കറ്റിംഗിലുള്ളത്. ഇനി മറ്റൊരു ടേം ആണ്, ഫിലോസഫിയിൽ വരുന്ന ഒരു ടേം ആണ് ലോങ് ടേം ലോയൽറ്റി റിലേഷൻഷിപ്പ്. Creating long-term loyalty relationship. Keeping your customer will keep your business going. നമ്മളെ കസ്റ്റമർ ഇല്ല എങ്കിൽ അവിടെ ബിസിനസ് ഇല്ല, ബിസിനസ്സിന് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അന്നൊരു ബിസിനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത് ദി എക്സിസ്റ്റൻസ് ഓഫ് കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ കസ്റ്റമർ ലോയൽറ്റി ഉണ്ടെങ്കിൽ മാത്രം, ലോയൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ അടുത്ത് തന്നെ വരണം, നമ്മുടെ പ്രോഡക്റ്റ് മാത്രം ഉപയോഗിക്കുന്ന ആള്, അങ്ങനെയുള്ള കസ്റ്റമറെയാണ് ലോയൽ കസ്റ്റമർ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഒരു കസ്റ്റമർ പെട്ടെന്ന് അങ്ങ് ലോയൽ ആവില്ല. ആ കസ്റ്റമർ അവരുടെ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തത് കാരണം അവർ സാറ്റിസ്ഫൈഡ് ആവണം, അവർ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് പർച്ചേസ് നമ്മുടെ പ്രോഡക്റ്റ് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ ആയിരിക്കണം. അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് അവർ ലോയൽ കസ്റ്റമർ ആവുക.
അപ്പോൾ then that loyalty should be for long term. That is long term loyalty relationship. മറ്റൊരു ടേമാണ് കസ്റ്റമർ പെർസീവ്ഡ് വാല്യൂ. The customer perceived value is the difference between the prospective customer's evaluation of all the benefits and all the costs of an offering and the perceived alternative. Perceived value എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു കസ്റ്റമർ അയാൾ പ്രതീക്ഷിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെല്ലാം ബെനിഫിറ്റുകളാണോ ഉണ്ടാവുക, അതിന് അയാൾക്ക് എത്ര ചെലവ് വരുന്നുണ്ട്, അതിൽ ആ ചെലവിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് അയാൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള ഇവാലുവേഷൻ നടത്തി അയാൾ അതിൽ ഓക്കെ ആണ്, സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ഇറ്റ് ഹാസ് ദ പെർസീവ്ഡ് വാല്യൂ. ഹി വിൽ ബി സാറ്റിസ്ഫൈഡ്. ഓക്കെ. ഇനി അപ്പോൾ എങ്ങനെയാണ് പെർസീവ്ഡ് വാല്യൂ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ പറഞ്ഞൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അയാൾ സാറ്റിസ്ഫൈഡ് ആവണം എന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ കസ്റ്റമർ ബെനിഫിറ്റ്, കസ്റ്റമർ ഉദ്ദേശിച്ച എല്ലാ ബെനിഫിറ്റും അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? പ്രോഡക്റ്റ് ബെനിഫിറ്റ്, ഒരു പ്രോഡക്റ്റ് എന്നുള്ള രൂപത്തിൽ അതിൻ്റെ യഥാർത്ഥ ആ കസ്റ്റമറുടെ യഥാർത്ഥ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണോ? സർവീസസ് ബെനിഫിറ്റ്, മറ്റു തരത്തിലുള്ള സർവീസ്, അത് ട്രാൻസ്പോർട്ടേഷൻ ആവാം അല്ലെങ്കിൽ ഗ്യാരണ്ടി വാറണ്ടി പോലുള്ളതാവാം. ദെൻ പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടോ? ഇമേജ് ബെനിഫിറ്റ്, സമൂഹത്തിൽ ഇതിൻ്റെ പ്രസ്റ്റീജ്, ഓക്കെ, ഇമേജ് അത് കിട്ടുന്നുണ്ടോ? ഇത് ഈ തരത്തിലുള്ളതാണ് അതിന്റെ ബെനിഫിറ്റുകൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ട കോസ്റ്റ്, ടോട്ടൽ കസ്റ്റമർ കോസ്റ്റ്, ദെൻ മോണിറ്ററി കോസ്റ്റ്, പണം എത്രയാണ് അതിന്റെ യഥാർത്ഥ പ്രൈസ് ആയിട്ട് വന്നത്, ടൈം കോസ്റ്റ്, എത്ര സമയം ചെലവഴിച്ചു, എനർജി കോസ്റ്റ്, ഫിസിക്കൽ ആയിട്ടുള്ള കോസ്റ്റ് ആണ്, മറ്റൊന്ന് സൈക്കോളജിക്കൽ കോസ്റ്റ്. ഈ തരത്തിലുള്ള കോസ്റ്റിനെ അപേക്ഷിച്ച് ഉള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന്, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ വീണ്ടും ആ പ്രോഡക്റ്റ് വാങ്ങുകയുള്ളൂ. അപ്പോഴേ അയാൾ അത് ലോയൽ കസ്റ്റമർ ആവുകയുള്ളൂ. ദെൻ ദ ലോയൽറ്റി ഈസ് ഡീപ്ലി ഹെൽഡ് കമ്മിറ്റ്മെന്റ് ടു റീബൈ ഓർ റീപാട്രണൈസ് എ പ്രിഫേർഡ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഇൻ ദ ഫ്യൂച്ചർ despite situational influences and marketing efforts having the potential to cause switching behavior. അപ്പോൾ ഒരു പ്രോഡക്റ്റ് തന്നെ വീണ്ടും വീണ്ടും വാങ്ങുന്ന ഒരു ടെൻഡൻസി ഒരാളിൽ ഒരുപാട് കാലത്തേക്ക് ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിലും അയാൾ ആ പ്രോഡക്റ്റ് തന്നെയാണ് വാങ്ങുന്നത്. മറ്റ് ഏത് പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും അയാൾ ഈ പ്രോഡക്റ്റ് തന്നെയാണ് വാങ്ങുന്നത്. അങ്ങനെ വാങ്ങണം എങ്കിൽ നേരത്തെ പറഞ്ഞ കസ്റ്റമർ പെർസീവ്ഡ് വാല്യൂ, ആ ഇവാലുവേഷൻ അവിടെ നടത്തും. എന്നിട്ട് നടത്തിയ ശേഷം വീണ്ടും അവർ വാങ്ങുന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള കസ്റ്റമറെയാണ് നമ്മൾ ലോയൽ കസ്റ്റമർ എന്ന് പറയുന്നത്. Okay, that is the loyalty. So this is about the marketing philosophy. Okay. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താലും മതി. അത് ഗ്രൂപ്പിൽ കഴിയുന്നത് മെസ്സേജ് ഒഴിവാക്കുക, അതിന് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.